ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വീണ്ടും ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മാസങ്ങളായി നീണ്ടുനിന്ന തർക്കങ്ങൾക്കും കടുത്ത ടാക്സ് ഭീഷണികൾക്കും ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും ഒരു ചരിത്രപരമായ ട്രേഡ് ഡീൽ ഒപ്പിട്ടിരിക്കുന്നു. വെറുമൊരു വ്യാപാര കരാർ എന്നതിലുപരി വരും ദശകങ്ങളിൽ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണിത്. ഈ കരാറിന്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ വാഷിംഗ്ടണിൽ നിർണായക ചർച്ചകളിലാണ്. എന്താണ് ഈ കരാറിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ പരിശോധിക്കാം. നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ആ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇപ്പോൾ ഒരു ശുഭപര്യവസാനം ആയിരിക്കുകയാണ്. ഓർമ്മയുണ്ടല്ലോ, ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് മേൽ അമേരിക്ക 50% ടാക്സ് ഏർപ്പെടുത്തിയത്. നമ്മുടെ ടെക്സ്റ്റൈൽസ്, ഷൂസ്, അതായത് ലെതർ ഇൻഡസ്ട്രി, IT മേഖല എന്നുവേണ്ട സകല എക്സ്പോർട്ടേഴ്സും വലിയ ആശങ്കയിലായിരുന്നു. എന്നാൽ വൈറ്റ് ഹൗസിൽ നിന്നും വന്ന ആ ഒരു പ്രഖ്യാപനം എല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ആ ഒരു ഫോൺ കോൾ വെറും ഒരു സൗഹൃദ സംഭാഷണമായിരുന്നില്ല, അതൊരു വമ്പൻ ട്രേഡ് ഡീലായിരുന്നു. 50% ടാക്സ് ഒറ്റയടിക്ക് 18% താഴ്ത്തിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഈ ഒരു 50% എന്ന ഭീമമായ സംഖ്യ എങ്ങനെ ഉണ്ടായി എന്നൊന്ന് പരിശോധിക്കാം. ട്രംപ് അധികാരത്തിൽ വന്നയുടൻ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായി ഇന്ത്യക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, അമേരിക്കൻ സാധനങ്ങൾക്ക് ഇന്ത്യ കൂടുതൽ ടാക്സ് ചുമത്തുന്നു എന്ന് ആരോപിച്ച് ട്രംപ് നൽകിയ മറുപടിയായിരുന്നു ഇത്. ഇനി രണ്ടാമത്തേത്, റഷ്യൻ ഓയിലിന്റെ പെനാൽറ്റി. യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധികമായിട്ടുള്ള പിഴയായിരുന്നു അത്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് 50% ടാക്സ് എന്ന തൂക്കുമരം ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് മുന്നിൽ വന്നത്. ചൈനയേക്കാൾ കൂടുതൽ ടാക്സ് നൽകേണ്ടി വന്ന ഏക രാജ്യമെന്ന് ഇന്ത്യയായിരുന്നു. ഈ കരാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇതിന്റെ തുടർ നടപടികൾക്കായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വാഷിംഗ്ടണിൽ എത്തിയിരിക്കുകയാണ്. കരാർ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വാഷിംഗ്ടണിൽ അതീവ പ്രാധാന്യമുള്ള നയതന്ത്ര നീക്കങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനൊപ്പം ക്രിട്ടിക്കൽ മിനറൽസ് മേഖലയിലെ സഹകരണവും ഡിഫൻസ് കോർപ്പറേഷൻ തുടങ്ങിയ വിഷയങ്ങളും ഇവർ ചർച്ച ചെയ്തു. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ ലഭിച്ച സൂചനകൾക്ക് ഔദ്യോഗികമായൊരു നയതന്ത്ര പരിവേഷം നൽകാൻ ജയശങ്കറിന്റെ ഈ ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. ട്രംപും മോദിയും തമ്മിലുണ്ടാക്കിയ വ്യാപാര കരാറിനെ ഇവർ സ്വാഗതം ചെയ്യുകയും ഇരു രാജ്യങ്ങളിലെയും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറാണ് ഈ ഒരു സന്തോഷ വാർത്തയുടെ ആദ്യ സൂചന നൽകിയത്. ഈ ഡീലിന്റെ പ്രധാന ഹൈലൈറ്റുകൾ ഒന്ന് നോക്കാം. ഒന്നാമതായി, താരിഫ് കട്ടാണ്. ടോട്ടൽ ടാക്സ് 50% നിന്ന് 18% കുറച്ചു. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരും. അടുത്തത് സീറോ ബാരിയേഴ്സ്, അതായത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാക്സുകൾ 0 എത്തിക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇനി മാസീവ് പർച്ചേസ് ആണ്, അതായത് ഏകദേശം $500 ബില്യൺ, അതായത് 40 ലക്ഷം കോടി രൂപയുടെ അമേരിക്കൻ ഊർജ്ജം, സാങ്കേതിക വിദ്യ, കൽക്കരി, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ഇന്ത്യ വാങ്ങും. ഇവിടെയാണ് ഈ ഡീലിന്റെ ഏറ്റവും സെൻസിറ്റീവായ വശം വരുന്നത്. റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാരണയിലെത്തി. പകരം നമ്മൾ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഓയിൽ വാങ്ങും. വെനസ്വേലയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെ നിന്ന് എണ്ണ എത്തിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. റഷ്യയുടെ വരുമാനം കുറയ്ക്കാനും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുമാണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഇതിന് സമ്മതിച്ചത് വലിയൊരു നയതന്ത്ര നീക്കമാണ്. വില കുറഞ്ഞ റഷ്യൻ ഓയിൽ പോകുമ്പോൾ നമ്മുടെ പെട്രോൾ വിലയെ അത് ബാധിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. എന്നാൽ അമേരിക്കയുമായുള്ള ഈ വലിയ ഡീൽ വഴി കിട്ടുന്ന ലാഭം ആ നഷ്ടം നികത്തും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇനി ഈ ഡീല് ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. മറ്റുള്ള അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ ഇന്ത്യ ഇപ്പോൾ വളരെ മുന്നിലാണ്. മറ്റു രാജ്യങ്ങളുമായുള്ള ടാക്സ് നിരക്ക് താരതമ്യം ചെയ്താൽ ഇന്ത്യയുടെ വിജയം വ്യക്തമാകും. ഇന്ത്യയുടെ ടാക്സ് എന്ന് പറയുന്നത് 18%, പാകിസ്ഥാൻ ഇത് 19%, അതേസമയം ബംഗ്ലാദേശിന് 20%, വിയറ്റ്നാമിന് 20%, ചൈനയ്ക്ക് 30 മുതൽ 35% വരെയാണ്. അതായത് അമേരിക്കൻ മാർക്കറ്റിൽ ഇനി പാകിസ്ഥാനേക്കാളും ചൈനയെക്കാളും വില കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കും. ഇതൊരു സാധാരണ ബിസിനസ് ഡീൽ മാത്രമല്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ദ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യാപാര കരാർ ഒപ്പിട്ടത്. ഇന്ത്യ EUവുമായി അടുക്കുന്നത് കണ്ട ട്രംപ് തന്റെ വലിയൊരു മാർക്കറ്റായ ഇന്ത്യയെ കൈവിടാതിരിക്കാൻ നടത്തിയ ഒരു ഫാസ്റ്റ് ആക്ഷൻ കൂടിയാണിത്.
വാക്കുകളെക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരാണ് മോദിയും ഞാനും എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. നമ്മുടെ കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഈ ഡീലിനെ ഒരു ലാൻഡ്മാർക്ക് മൊമെന്റ് എന്നാണ് വിളിച്ചത്. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ്, ലെതർ, IT മേഖലകളിൽ വലിയ ഊർജ്ജമാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. റഷ്യയുമായുള്ള വർഷങ്ങൾ നീണ്ട ബന്ധത്തിന് ഇത് മങ്ങലേൽപ്പിക്കുമോ എന്ന് സംശയമുണ്ടെങ്കിലും പ്രതിരോധ കാര്യങ്ങളിൽ റഷ്യ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയായി തുടരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. റഷ്യയുമായുള്ള നമ്മുടെ ദീർഘകാല ബന്ധത്തിന് ഇത് ചെറിയ ഉലച്ചിലുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും സാമ്പത്തികമായി ഇന്ത്യ ഒരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ്. കടുത്ത നികുതി ഭാരത്തിൽ നിന്ന് നമ്മുടെ എക്സ്പോർട്ടേഴ്സിനെ രക്ഷിച്ചതിനൊപ്പം ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാനും ഈ ഡീൽ സഹായിക്കും. പക്ഷേ റഷ്യൻ ഓയിൽ ഉപേക്ഷിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് ലക്ഷ്യവും തമ്മിലുള്ള ഒരു സമവായമായി ഈ ഒരു കരാറിനെ കാണാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വളർച്ചയ്ക്കും ആഗോള സ്വാധീനത്തിനും ഈ പുതിയ ഡീല് വലിയൊരു മുതൽക്കൂട്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.